ഹലോ എവ്രിവൺ. അപ്പോൾ എല്ലാവർക്കും പിന്നെയും ചാറ്റ് വിത്ത് പോറ്റിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് ഗോബി മഞ്ചൂരിയൻ ആണ്. ഗോബി മഞ്ചൂരിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചൈനീസ് ഡിഷാണ്. അതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് വേണ്ടതായിട്ടുള്ളൂ. നമുക്ക് ആദ്യം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് കോളിഫ്ലവർ വേണം, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് സവോള തീരെ ചെറുതായിട്ട് അരിഞ്ഞത്, കൊത്തമല്ലി അല്ലെങ്കിൽ മല്ലിയില, പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചിയും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടുന്ന ചേരുവകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഫ്രഷ് ടൊമാറ്റോ സോസ്, റെഡ് ചില്ലി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മൈദ, അത്ര തന്നെ കോൺഫ്ലവർ, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടിച്ചത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്നത്. ഇതിൻ്റെ ആദ്യ ഘട്ടം എന്ന നിലയിൽ നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഗോബി അത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അത് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോപിക്കകത്ത് ഏറ്റവും അധികം പുഴുക്കൾ അല്ലെങ്കിൽ ചെറിയ പ്രാണികളുണ്ടാവും. അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. കുറച്ച് വെള്ളം ചൂടാക്കുക, തിളച്ച വെള്ളം, അതിനകത്ത് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്ത വെള്ളത്തിലേക്ക് ഈ പറഞ്ഞ നമ്മുടെ മുറിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ പീസസ് ഇടുക. അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റോളം നമ്മൾ ആ ചൂടുവെള്ളത്തിൽ വെക്കുക. അങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ ചെറിയ പ്രാണികളും ഒക്കെ പോകും. അതിനുശേഷം ഈ ഗോബി നമുക്ക് കോളിഫ്ലവർ നന്നായിട്ട് കഴുകി വാർത്ത് എടുക്കണം. ഓർക്കുക, വാർത്തെടുക്കുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ നമ്മൾ അത്രയും ഡ്രൈ ചെയ്തിട്ട് കോളിഫ്ലവർ എടുക്കുക. അപ്പം ഞാനിത് കഴുകി ക്ലീൻ ആക്കിയിട്ട് വരാം. ഇപ്പോൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വെള്ളം തിളപ്പിച്ചു. ആ തിളച്ച വെള്ളത്തിനകത്തേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ആ മിക്സ് ചെയ്തതിലേക്ക് പീസാക്കി വെച്ചിരുന്ന കോളിഫ്ലവർ ഇട്ട് കോളിഫ്ലവർ ആ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇത് ഒരു 5 മിനിറ്റ് നമുക്കിതിങ്ങനെ തന്നെ വെക്കണം. അതിനുശേഷം നമുക്ക് അടുത്ത ലെവൽ ഓഫ് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ ഗോബി ക്ലീൻ ആവാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗോബി ഞാൻ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഒന്ന് വെള്ളമെല്ലാം വറ്റി ഒന്ന് ക്ലീൻ ഇതാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്തതായിട്ട് ഗോബി ഡിപ്പ് ചെയ്യാനുള്ള ഒരു മസാല വേണം. ആ മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ കണ്ട മൈദ, കോൺഫ്ലവർ, ഉപ്പ്, കുരുമുളക് പൊടി, ഇത് ഇത്രയും കൂടി ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അതിൽ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും നമ്മൾ പാകം നോക്കി വേണം ചേർക്കാൻ. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് നോക്കുക. എന്നിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് നിർത്താം. അതുപോലെ വെള്ളം ചേർക്കുമ്പോഴും തീരെ അങ്ങോട്ട് ലൂസായി വരുത്. ഒരു മീഡിയം ഇതിൽ നമുക്ക് ഗ്രേവി ഇതിൻ്റെ മിക്സ് നമുക്ക് ചെയ്തെടുക്കണം. അപ്പം അത് ചെയ്തിട്ട് വരാം, അല്ലെ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ കോളിഫ്ലവർ ഇവിടെ മിക്സ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് ഇത് വെളിച്ചെണ്ണ യൂസ് ചെയ്ത് നമുക്ക് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കുകയാണ്, ഞാൻ അതിലേക്കിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. കോളിഫ്ലവർ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിന് 2 വശവും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമ്മൾ ഗ്രേവിയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത നമ്മുടെ ഗോബി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ അതിന് വേണ്ടുന്ന ഗ്രേവി തയ്യാറാക്കാൻ പോകുന്നു. ഗ്രേവി തയ്യാറാക്കാനായിട്ട് ആ ഗോബി നമ്മൾ ഫ്രൈ ചെയ്ത ഗോപിയുടെ ബാലൻസ് വന്ന വെളിച്ചെണ്ണ അത് ഒരു ഫ്രൈങ് പാനിൽ ഒഴിച്ചിട്ട് അത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആദ്യം ചേർക്കും. വെളുത്തുള്ളിക്ക് ശേഷം പച്ചമുളക്, പിന്നെ ക്യാപ്സിക്കം, സവോള എന്നിവ എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ആ മിക്സിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ
ഫ്രഷ് ടൊമാറ്റോയും റെഡ് ചില്ലി സോസും കൂടി മിക്സ് ചെയ്ത് അത് ഒന്ന് വേവിച്ചെടുക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം ഞാൻ വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. വെളുത്തുള്ളി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. എണ്ണ ചൂടാണ്, അതുകൊണ്ട് തന്നെ വെളുത്തുള്ളി ഫ്രൈ ആയ പോലെ ആയിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ബാക്കി ചേരുവകളോട് ചേർക്കുക. ചേർത്തിരിക്കുന്നത് പച്ചമുളകാണ്. അതിൻ്റെ പിന്നാലെ ക്യാപ്സിക്കം. ഞാനിപ്പം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ചൂട് കൂടി നമ്മൾ ചേർത്ത വെജിറ്റബിൾസ് എല്ലാം വല്ലാതെ നമ്മൾ ഫ്രൈ ആയിപ്പോവും. അത് ഒഴിവാക്കാനായിട്ടാണ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിരിക്കുന്നത്. അടുത്തായിട്ട് സബോള അരിഞ്ഞത്, അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ചേർത്ത ചേരുവകളെല്ലാം മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ചേർക്കുമ്പോൾ നോക്കുക, ഞാൻ നേരെ നമ്മുടെ വെജിറ്റബിളിലേക്കല്ല ചേർക്കുന്നത്. അതിന് പകരം അത് നമ്മുടെ ഈ ഫ്രൈങ് പാൻ്റെ തന്നെ ഈ ഒരു സൈഡിലേക്ക് മാറ്റി ഒഴിക്കുകയാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് എപ്പോഴും ഒരു കുത്തലുണ്ടാകും. ആ കുത്തൽ ഒഴിവാകാനായിട്ട് നമ്മുടെ പേസ്റ്റ് ഒരിത്തിരി വെളിച്ചെണ്ണയിൽ ഒന്ന് ചൂടാക്കുക. ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുത്തൽ മൊത്തം അതിൽ നിന്ന് വിട്ടുപോകുന്നതായിരിക്കും. ഓക്കെ, ഇനി അത് നമ്മുടെ ഈ മിക്സിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കുക. ഉപ്പ് നമ്മൾ കോളിഫ്ലവറിൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ചേർത്തിരുന്നാൽ മതി. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ ചെയ്യാൻ മറക്കണ്ട. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബോള എല്ലാം വല്ലാതെ അങ്ങ് ഫ്രൈ ആയി പോകും. ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കൊത്തമല്ലി ഇല കുറച്ച് ചേർക്കുന്നു. ഇത് നേരത്തെ കണ്ട കൊത്തമല്ലി ഇല മുഴുവനായിട്ട് ഞാൻ ചേർക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എനിക്ക് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഗോബി മഞ്ചൂരിയൻ നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം പച്ച ആ ഒരു മല്ലിയിലയുടെ പച്ചപ്പ് കിട്ടാൻ വേണ്ടി അത് അതുപോലെ ഞാൻ ചേർക്കുന്നുണ്ട്. അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഒനിയൻ അഥവാ ഉള്ളിത്തണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളിത്തണ്ടും ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് അപ്പോൾ ആ മിക്സിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ചേർക്കുകയാണ്. വീഴുന്നില്ല. ഓക്കെ, കുറച്ച് ടൊമാറ്റോ സോസ്, അതുപോലെ തന്നെ റെഡ് ചില്ലി സോസ്, ചേർത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു.
നന്നായിട്ട് ഇത് ചെയ്ത് വന്നിട്ടുണ്ട് മസാല. ആ മസാലയിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ ഗോബി ചേർക്കുകയാണ്. ഈ മിക്സ് നന്നായിട്ട് ഇളക്കി അതിനുശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് നമ്മുടെ സോയാ സോസും കൂടി ചേർത്തിട്ടുണ്ട്, ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടി. അങ്ങനെ ആ കളറൊക്കെ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തു. നമ്മുടെ ഡ്രൈ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇത് സ്നാക്സ് ഐറ്റംസ് ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ പറയുക. ചാറ്റ് വിത്ത് പോറ്റിയിലൂടെ ഇന്നത്തെ നമ്മുടെ വിഭവം ഡ്രൈ ഗോബി മഞ്ചൂരിയൻ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, വീണ്ടും കാണാം. അതുവരെയും എല്ലാവരും എൻജോയ് ചെയ്യുക. ബൈ.